ഇന്ന് നമുക്ക് പൊട്ടറ്റോ വെഡ്ജസ് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിൻ്റെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നടുവേ പൊളിച്ചിട്ട് 1 ഇഞ്ച് കനത്തിൽ നന്നായിട്ട് മുറിച്ചെടുക്കണം, ഒരേ വലിപ്പത്തിൽ. വലിയ നീളമുള്ള കഷ്ണങ്ങളാണെങ്കിൽ അതിനെ 2ആക്കി നമുക്ക് മുറിക്കാവുന്നതാണ്. ഇനി നമുക്ക് മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്തി വെക്കണം. ഇതിൽ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പകുതി വേവാകുമ്പോൾ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഊറ്റി എടുക്കാവുന്നതാണ്. വെള്ളം വാർത്തെടുത്ത ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ലൂസ് ബാറ്ററാക്കി മാറ്റാം. ബാറ്റർ എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ലൂസ് ബാറ്ററാക്കി എടുക്കണം. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1.5 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാക്കാം. പൊട്ടറ്റോ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. പൊട്ടറ്റോ കഷ്ണങ്ങൾ നമ്മൾ എണ്ണയിലിട്ടതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം നമുക്കിതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ നിറായി തുടങ്ങുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമ്മൾ എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പോൾ തന്നെ നമുക്ക് കരകര സൗണ്ട് കേൾക്കുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ടെന്ന്. ഈ പൊട്ടറ്റോ ചിപ്സ് പുറം നല്ല ക്രിസ്പിയും ആയിരിക്കും, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള പൊട്ടറ്റോ കഷ്ണങ്ങൾ നമുക്ക് ബാക്കിയുള്ള എണ്ണയിൽ വറുത്തെടുക്കാം. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലിത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്.